ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി ഏത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി ഏത്? ഇതിന്റെ ഉത്തരം INS അരിഘട്ടാണ്. അപ്പൊ INS അരിഘട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയാണ്. ഇത് കമ്മീഷൻ ചെയ്തത് ഈ കഴിഞ്ഞ മാസം, അതായത് 2024 ഓഗസ്റ്റ് മാസത്തിലാണ്. 2024 ഓഗസ്റ്റ് മാസത്തിലാണ് INS അരിഘട്ട് കമ്മീഷൻ ചെയ്തത്. അപ്പൊ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി എന്ന് പറയുന്നത് INS അരിഘട്ടാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് UEFA യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ 2024 ഒരു ഫുട്ബോൾ താരത്തെ ആദരിച്ചിരുന്നു. ഏതാണ് ആ താരം എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ, ഫുട്ബോൾ താരമായ, ഫുട്ബോൾ ഇതിഹാസം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് UEFA 2024 ഓഗസ്റ്റ് മാസത്തിൽ ആദരിച്ചത്. അപ്പോൾ 2024 ഓഗസ്റ്റ് മാസത്തിൽ യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആദരിച്ച ഫുട്ബോൾ താരമാര് എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അതുപോലെ പാരാ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2024 പാരാ ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ് ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് വനിതാ സൈക്ലിംഗ് താരമായ 500 മീറ്റർ, അതായത് വനിതാ സൈക്ലിംഗ് 500 മീറ്റർ ടൈം ട്രയൽ വിഭാഗത്തിലെ ജേതാവായ കരോളിൻ ഗ്രൂട്ടാണ്. നെതർലാൻഡുകാരിയായ കരോളിൻ ഗ്രൂട്ടാണ് 2024 പാരാ ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ്. 2024 പാരാ ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ കരോളിൻ ഗ്രൂട്ടാണ്. നെതർലാൻഡുകാരിയാണ്. അവർക്ക് മെഡൽ ലഭിച്ച ഇനം എന്ന് പറയുന്നത് വനിതാ സൈക്ലിംഗ് 500 മീറ്ററിലെ ടൈം ട്രയൽ വിഭാഗത്തിലാണ് അവർ സ്വർണ്ണ മെഡൽ നേടിയത്. അതുപോലെ ഇന്ത്യയുടെ 2024 ദേശീയ ഓപ്പൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏത് എന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ്. അപ്പോൾ 2024 ദേശീയ ഓപ്പൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബാംഗ്ലൂരാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി എന്ന് പറയുന്നത് INS അരിഘട്ടാണ്. അത് 2024 ഓഗസ്റ്റിലാണ് കമ്മീഷൻ ചെയ്തത്. അതുപോലെ 2024 ഓഗസ്റ്റ് മാസത്തിൽ UEFA യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആദരിച്ച ഫുട്ബോൾ താരം എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 2024 പാരാ ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ് എന്ന് പറയുന്നത് കരോളിൻ ഗ്രൂട്ടാണ്. അവർക്ക് വനിതാ സൈക്ലിംഗ് 500 മീറ്റർ ടൈം ട്രയൽ വിഭാഗത്തിലാണ് അവർക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. അവർ നെതർലാൻഡ് കാരി കൂടിയാണ്. അപ്പോൾ കരോളിൻ ഗ്രൂട്ട് നെതർലാൻഡ് രാജ്യക്കാരിയാണ്. അതേപോലെ 2024 ദേശീയ ഓപ്പൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്.